ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ ഭൂതകാല പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ISL കിരീടം നേടിയതുകൊണ്ട് അവരുടെ പടയോട്ടം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. തന്നെ അപമാനിച്ചിറക്കി വിട്ട മോഹൻ ബഗാന്റെ കഴുത്തറത്ത് ഹബാസിന്റെ പിള്ളേര് ഡർബിയില് പരാജയപ്പെടുത്തിയെന്നൊന്നും പറയാൻ പോലെ 4-1 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന പേര് കേട്ട കൊമ്പന്മാരെ നിഷ്പ്രഭരാക്കി ഡ്യൂറന്റ് കപ്പിന്റെ ഫൈനൽ. അതോടുകൂടി ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമും ഈസ്റ്റ് ബംഗാളായി. മോഹൻ ബഗാൻ 5 ഉള്ളൂ, ഇപ്പൊ ഈസ്റ്റ് ബംഗാളിന് 6 17ാമത്തെ കിരീടമാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് ചൂടിയത്. മൻവീറിലൂടെ ഒരു ഗോൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ മോഹൻ ബഗാന്. 4 ഗോളാണ് പകരം ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാന്റെ നെഞ്ചത്തേക്ക് അടിച്ചു കയറ്റിയത്. 10ാമത്തെ മിനിറ്റിൽ ബിബിനിലൂടെ അടി തുടങ്ങി, പിന്നീട് എഡ്മണ്ടിന്റെ എണ്ണം പറഞ്ഞ് 3 ഹിറ്റ്. ഡിഫൻസീവ് ലൈനും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഹബാസിന്റെ പിള്ളേര് മുതലെടുത്തു. തന്റെ പഴയ ക്ലബിന്റെ മുഖത്ത് ഇത്ര വെയിറ്റോട് കൂടി ഹബാസ് പഞ്ച് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഹബാസിന്റെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാണല്ലോ ഹബാസിന്റെ പോളിസികളെ മറികടന്ന് പുള്ളി അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അതിന്റെ പ്രതികാരം എല്ലാം കൂടെ അങ്ങ് ചെയ്ത് ഏതായാലും മോഹൻ ബഗാനെ വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഓസ്കാർ ബുസോണിനെ കൊണ്ടുവന്ന് ഒടുവിൽ മോഹൻ ബഗാനോട് വൈരമുള്ള ഹബാസിനെയും എത്തിച്ച് ദാണ്ട അവരുടെ പ്രതികാരം ഈസ്റ്റ് ബംഗാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈറ്റിൽ സ്പോൺസർ ഇല്ലാതെ അവർ കിരീടം നേടിക്കഴിഞ്ഞു. ടൈറ്റിൽ സ്പോൺസർ ഇല്ലാതെ ടൈറ്റിൽ നേടുന്ന ടീമായി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയും. മോഹൻ ബഗാന്റെ അഹങ്കാരത്തിന്റെ മുഖത്തടിച്ച് മറ്റൊരു കിരീടം കൂടി, തുടർച്ചയായിട്ട് 2ാമത്തെ കിരീടം ഈസ്റ്റ് ബംഗാൾ ചൂടിയിരിക്കുകയാണ്. ഇനി കൊൽക്കത്ത ഡെർബിയുടെ വീറും വാശിയും വൈരവും ഒന്നുകൂടി കൂടും. ഏതായാലും ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഹബാസ് മോഹൻ ബഗാനെ പ്ലക്കി വിട്ടു.